ഡിഫറെൻറ്റ് ട്രാൻസിസ്റ്റർ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പവർ ആംപ്ലിഫയറിനെ 4 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി, ക്ലാസ് എ ബി അല്ലേ. അതിൽ ക്ലാസ് എ ആണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ക്ലാസ് എ ആകുമ്പോൾ 360 ഡിഗ്രി കണ്ടക്ഷൻ ആംഗിളാണ്. അതായത് കംപ്ലീറ്റ് ഇൻപുട്ട് സൈക്കിളിലും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മിനിമം ഡിസ്റ്റോഷൻ ആയിരിക്കും. സെയിം ഫോമിൽ തന്നെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നു. ആംപ്ലിഫൈഡ് വെർഷൻ ആണെന്ന് മാത്രമേ ഉള്ളൂ, സെയിം ഷേപ്പ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ പറയും മിനിമം ഡിസ്റ്റോർഷൻ. അത് ക്ലാസ് എ ആംപ്ലിഫയർ ആണ്. അത് തന്നെ 2 രീതിയിലുള്ള സർക്യൂട്ട് നമ്മൾ പഠിച്ചു. ഡയറക്റ്റ് കപ്പിൾഡ്, അതായത് കളക്ടറിലേക്ക് വരുന്നത് ഒരു റെസിസ്റ്റർ ആണെങ്കിൽ ഡയറക്റ്റ് കപ്പിൾഡും, ട്രാൻസ്ഫോമർ കപ്പിൾഡ്, കളക്ടറിലേക്ക് കണക്ട് ചെയ്യുന്നത് ഒരു ട്രാൻസ്ഫോമർ ആണെങ്കിൽ ട്രാൻസ്ഫോമർ കപ്പിൾഡ് ക്ലാസ് എ ആംപ്ലിഫയറുമാണ് നമ്മൾ പഠിച്ചത്. പിന്നെ അതിൽ ഓർക്കാനുള്ള ഒരു കാര്യം, ഇപ്പോൾ ക്ലാസ് എ ആംപ്ലിഫയർ എപ്പോഴും DC ലോഡ് ലൈനിൻ്റെ ലീനിയർ റീജിയനിൽ വേണം ഓപ്പറേറ്റ് ചെയ്യാൻ. ഓക്കെ, സാച്ചുറേഷൻ റീജിയനിലോ കട്ട് ഓഫ് റീജിയനിലോക്ക് പോകാൻ പാടില്ല. അങ്ങനെ തന്നെ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നൽ ഒരു സ്മോൾ സിഗ്നലായിരിക്കണം, സ്മോൾ ആംപ്ലിറ്റ്യൂഡ് സിഗ്നലായിരിക്കണം. അപ്പോൾ ക്ലാസ് എ ആംപ്ലിഫയറിനെ നമുക്ക് എങ്ങനെയും വിളിക്കാം, സ്മോൾ സിഗ്നൽ ആംപ്ലിഫയർ എന്നും വിളിക്കാം. ഓക്കെ, ഇൻപുട്ട് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ചെറുതാണെങ്കിൽ മാത്രമേ ക്ലാസ് എ ആംപ്ലിഫിക്കേഷൻ അല്ലെങ്കിൽ ക്ലാസ് എ ആംപ്ലിഫയറിൻ്റെ കറക്റ്റ് ഓപ്പറേഷൻ നടക്കുകയുള്ളൂ. ഓക്കെ, വലിയ സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ കട്ട് ഓഫിലോ സാച്ചുറേഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്തായിപ്പോൾ ക്ലിപ്ഡായിപ്പോവും. അപ്പം നമ്മൾ ഡിസ്റ്റോർഷൻ വന്നുപോയി. അപ്പോൾ അതെന്തല്ല, ക്ലാസ് എ ഓപ്പറേഷൻ അല്ല. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ക്ലാസ് ബി ആംപ്ലിഫയർ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് ബി ആംപ്ലിഫയർ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഓക്കെ, ക്ലാസ് ബി ആംപ്ലിഫയറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആദ്യം നമ്മൾ ജനറലായിട്ടൊന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇൻപുട്ട് സൈക്കിൾ ഇങ്ങനെയാണെങ്കിൽ ഔട്ട്പുട്ടിൽ ഒരു ഹാഫ് മാത്രമേ കാണുള്ളൂ. നെഗറ്റീവ് ഹാഫ് സപ്രസ്ഡ് ആയിരിക്കും, ഇങ്ങനെയൊന്നും കാണില്ല. അടുത്ത പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ അത് പിന്നെയും കിട്ടും. നെഗറ്റീവ് ഹാഫ് സൈക്കിൾസ് സപ്രസ്ഡ് ആയിരിക്കും. അപ്പോൾ ഇതാണ് ക്ലാസ് ബി ഓപ്പറേഷൻ. അതായത് കണ്ടക്ഷൻ ആംഗിൾ എത്രയേ കാണുള്ളൂ, 180 ഡിഗ്രിയേ കാണുള്ളൂ. ഓൺലി ഡ്യൂറിങ് 1/2 സൈക്കിൾ ഔട്ട്പുട്ട് ഈസ് ഒബ്റ്റെയിൻഡ്. ഇൻപുട്ടിൻ്റെ ഒരു ഹാഫ് സൈക്കിളിൽ മാത്രമേ ഔട്ട്പുട്ട് കിട്ടുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും ക്ലാസ് ബി ഓപ്പറേഷൻ. അപ്പോൾ ഇവിടെ ഡിസ്റ്റോർഷൻ കൂടുതലാണ്. ഓക്കെ, അപ്പം നമുക്കതിൻ്റെ പ്രോപ്പർട്ടീസ് വായിച്ചു പോവാം. ക്യാരക്ടറിസ്റ്റിക്സ്. Since negative half cycles are totally absent from the output, the signal distortion is high as compared to class A amplifier. അപ്പോൾ നെഗറ്റീവ് ഹാഫ് സൈക്കിൾസ് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തു പോയി. ഔട്ട്പുട്ടിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിൾസേ ഇല്ല. അപ്പോൾ അങ്ങനെ വരുന്നത് കൊണ്ട് സിഗ്നലിനുണ്ടാകുന്ന ഡിസ്റ്റോർഷൻ വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഡിസ്റ്റോർഷൻ കൂടിയ ഒരു ആംപ്ലിഫയറാണ് ക്ലാസ് ബി ആംപ്ലിഫയർ. Since input voltage is large up to VCC, voltage amplification is reduced. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻപുട്ട് വോൾട്ടേജിന് ലിമിറ്റൊന്നുമില്ല, എത്ര വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ VCC വരെ വേണമെങ്കിലും ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കാം. പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്താണ്, നമുക്ക് ആംപ്ലിഫിക്കേഷൻ കിട്ടുമ്പം VCC ലിമിറ്റ്സ് ദ ആംപ്ലിഫിക്കേഷൻ അല്ലേ. കാരണം ആംപ്ലിഫിക്കേഷന് വേണ്ടുന്ന പവർ കൊടുക്കുന്നത് ഈ VCC ആണ്, ബാറ്ററിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനേക്കാളും കൂടിയൊരു പവർ അതിന് കൊടുക്കാൻ പറ്റില്ല. എനർജി കൺസർവേഷൻ അനുസരിച്ചിട്ട് അതിന് എത്രയുണ്ടോ അതേ മാക്സിമം കൊടുക്കാൻ പറ്റുമോ. അതിന് ഇപ്പം VCCനേക്കാളും കൂടുതൽ പവർ ആ സിഗ്നലിന് കിട്ടില്ല. അപ്പം നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നൽ തന്നെ VCCയുടെ അത്രയും വലുതാണെങ്കിൽ എന്ത് കാണില്ല, അതിൻ്റെ ആംപ്ലിഫിക്കേഷൻ വളരെ കുറവായിരിക്കും, വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻ കുറവായിരിക്കും. സീറോ സിഗ്നൽ ഇൻപുട്ട് represent worst condition for class A amplifier but a best condition for class B amplifier. അപ്പം നമ്മൾ ക്ലാസ് എ ആംപ്ലിഫയറിൻ്റെ കാര്യം പറഞ്ഞതാണ്. നമ്മൾ ഈ ഓരോ പവർ എങ്ങനെ ഡിവൈഡ് ചെയ്തു പോകുന്നു എന്ന് കാണിച്ചല്ലേ. ആദ്യം ടോട്ടൽ പവർ, ബാറ്ററിയിൽ നിന്ന് ഡ്രോ ചെയ്യുന്ന ടോട്ടൽ പവർ കുറച്ച് ഭാഗം ട്രാൻസിസ്റ്ററിലേക്കും ബാക്കി റെസിസ്റ്റർ വഴി ഡ്രോപ്പ് ആകുന്നു. ട്രാൻസിസ്റ്ററിലേക്ക് പോയത് തന്നെ
കളക്ടറിൽ ഒരു ഡിസിപ്പേഷൻ നടക്കുന്നുണ്ട്, ബാക്കി മാത്രമാണ് എന്ത് കിട്ടുന്നത്, ഔട്ട്പുട്ട് സിഗ്നലായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് സിഗ്നൽ ഇല്ല എങ്കിൽ ഈ വന്ന എനർജി അത്രയും അല്ലെങ്കിൽ ഈ ഡ്രോ ചെയ്ത പവർ അത്രയും ഡിസിപ്പേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്, അതായത് വേസ്റ്റഡ് എവേ. ഓക്കെ, ഇഫ് ദർ വാസ് നോ സിഗ്നൽ ഇല്ലാത്തൊരവസ്ഥയിൽ ക്ലാസ് എ ആംപ്ലിഫയറിൽ ബാറ്ററിയിൽ നിന്ന് ഡ്രോ ചെയ്യുന്ന കംപ്ലീറ്റ് പവറും ഡിസിപ്പേറ്റ് ചെയ്ത് പോകുന്നു, കംപ്ലീറ്റ്ലി വേസ്റ്റഡ്, ഒന്നും തന്നെ നമുക്ക് കിട്ടുന്നില്ല. പക്ഷേ ക്ലാസ് ബി ആംപ്ലിഫയറിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഓക്കെ, അത് നിങ്ങൾക്ക് ഇനി പറഞ്ഞു വരുമ്പോൾ ക്ലിയർ ആവും. ജസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് വായിച്ചു പോവുകയാണ്. അപ്പോൾ ഇനി അത് ക്ലിയറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വരും. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഇതിങ്ങനെ കേൾക്കുക. ഓക്കെ, നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാം എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നില്ല എന്ന്. ക്ലാസ് എ ആംപ്ലിഫയറിൽ സിഗ്നൽ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാം അല്ലേ, കാരണം നമ്മൾ ക്ലാസ് എ പഠിച്ചു കഴിഞ്ഞു. അവിടെ സിഗ്നൽ ഇല്ല എങ്കിൽ കിട്ടിയത് മൊത്തവും എന്തായിപ്പോയി, ഹീറ്റായിട്ട് ഡിസിപ്പേറ്റ് ചെയ്യുന്നു അല്ലേ. പകുതി റെസിസ്റ്ററിലൂടെ നഷ്ടപ്പെടുന്നു, ബാക്കി കളക്ടർ റീജിയൻ വഴി നഷ്ടപ്പെടുന്നു, ഒന്നും തന്നെ യൂസ്ഫുൾ ആയിട്ട് കിട്ടുന്നില്ല. ഓക്കെ, ഓൾ എനർജി ഈസ് വേസ്റ്റഡ് അവേ. അപ്പോൾ ക്ലാസ് എ ആംപ്ലിഫയറിൻ്റെ കേസിൽ സീറോ സിഗ്നൽ ഇൻപുട്ട് എന്ന് പറയുന്നത്, അതായത് സിഗ്നൽ കൊടുക്കാത്ത ഒരവസ്ഥയെന്ന് പറയുന്ന വേഴ്സ്റ്റ് കണ്ടീഷനാണ്. പക്ഷേ ക്ലാസ് ബി ആംപ്ലിഫയറിൽ ദിസ് ഈസ് ദ ബെസ്റ്റ് കണ്ടീഷൻ. സിഗ്നൽ കൊടുത്തില്ല എങ്കിലുള്ള അവസ്ഥയാണ് ബെസ്റ്റ് കണ്ടീഷൻ. അതിന് നമുക്ക് താഴോട്ട് കാണിക്കാം. ഓക്കെ, ഇപ്പോൾ അത് വറി ചെയ്യേണ്ട. ക്ലാസ് എ മനസ്സിലാക്കി വയ്ക്കുക, ക്ലാസ് ബി നമുക്ക് താഴോട്ട് പറയാം. ഓക്കെ, ഇൻ ക്ലാസ് ബി ആംപ്ലിഫയർ transistor dissipates more power as signal increase, but opposite is the case in class A amplifier. അതായത് ക്ലാസ് ബി ആംപ്ലിഫയറിൽ എന്ത് സംഭവിക്കുമെന്നാണ് പറഞ്ഞത്, സിഗ്നൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ സിഗ്നൽ വലുതാകുന്നു. ഇത് ഇൻപുട്ടാണ്, ഇൻപുട്ട് സിഗ്നൽ വലുതാകും തോറും എന്തു പറഞ്ഞു, ഡിസിപ്പേഷൻ കൂടുന്നു, ഡിസിപ്പേറ്റഡ് പവർ ഇൻക്രീസ്, നഷ്ടപ്പെട്ടു പോകുന്ന എനർജി കൂടുന്നു. ഇതേ സമയം ക്ലാസ് എയിൽ എന്താണ് സംഭവിക്കുക, ഇൻപുട്ട് വലുതാകുമ്പോൾ ക്ലാസ് എ ആയിരുന്നുവെങ്കിൽ ഇൻപുട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് പവർ ഇൻക്രീസ് ചെയ്യുന്നു. ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത് നമ്മൾ ഡിസിപ്പേഷൻ അല്ലാത്ത എ സി സിഗ്നൽ ഔട്ട്പുട്ടാണ്, അത് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഔട്ട്പുട്ട് കൂടുന്നു എന്ന് വെച്ചാൽ ഡിസിപ്പേറ്റ് ചെയ്ത പവർ കുറയുന്നു. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പറഞ്ഞത്, ക്ലാസ് ബി ആംപ്ലിഫയറിൽ സിഗ്നൽ വലുതാകുമ്പോൾ പവർ ഡിസിപ്പേഷൻ കൂടുമ്പം ക്ലാസ് എ ആംപ്ലിഫയർ ആണെങ്കിൽ സിഗ്നൽ വലുതാകുമ്പോൾ ഡിസിപ്പേഷൻ കുറയുന്നു. കാരണം മൊത്തം പവർ തുല്യമാണ്, വരുന്ന പവർ തുല്യമാണ് അല്ലേ. VCC ആണ് മൊത്തം എത്ര പവർ കൊടുക്കുന്നു എന്ന് തീരുമാനിക്കുന്നത്, ബാറ്ററിയാണ്. പവർ സെയിം തന്നെ. നമ്മൾ കൊടുത്ത സിഗ്നൽ കുറച്ചും കൂടെ വലിയൊരു സിഗ്നലാണ്. അപ്പോൾ ക്ലാസ് എ ആംപ്ലിഫയർ ആണെങ്കിൽ ഈ സിഗ്നലിനെയാണ്, ഈ വലിയ സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യിച്ച് അതിലും വലിയൊരു സിഗ്നലായിട്ട് കിട്ടും അല്ലേ. അപ്പോൾ കൂടുതൽ പവർ എന്തിനുപയോഗിച്ചു, സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യാൻ ഉപയോഗിച്ചു, ബാക്കി മാത്രമാണ് ഡിസിപ്പേറ്റ് ചെയ്ത് പോയത്. ഓക്കെ, അപ്പോൾ സിഗ്നൽ വലുതാകുമ്പോൾ നമ്മുടെ യൂസ്ഫുൾ പവർ കൂടി, ഡിസിപ്പേറ്റഡ് പവർ കുറഞ്ഞു ക്ലാസ് എയിൽ. ക്ലാസ് ബിയിൽ എങ്ങനെയാണെന്നാണ് പറഞ്ഞത്, സിഗ്നൽ വലുതാകുമ്പോൾ കൂടുതൽ ഡിസിപ്പേഷൻ ഉണ്ടാകും. ഓക്കെ, ഇത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് ബിയുടെ സർക്യൂട്ട് പഠിക്കണം. അപ്പോൾ നമ്മളത് ഇതിലേക്ക് വരുന്നതേ ഉള്ളൂ. അതിന് മുമ്പ് നമ്മൾ ഈ പോയിന്റുകളൊക്കെ ഒന്ന് പറഞ്ഞു വെച്ചതാണ്. ക്ലാസ് ബിയിൽ എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് വരിക എന്നുള്ള കാര്യം പറഞ്ഞു വെക്കുകയാണ്. ഇനിയാണ് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ വരിക. അപ്പോൾ ഇപ്പോൾ നിങ്ങളെന്ത് മനസ്സിലാക്കണം, ക്ലാസ് ബി ആംപ്ലിഫയറിൽ സിഗ്നൽ വലുതാകുമ്പോൾ ട്രാൻസിസ്റ്റർ കൂടുതൽ എനർജി ഡിസിപ്പേറ്റ് ചെയ്ത് കളയുന്നു. എങ്ങനെയല്ല, ക്ലാസ് എയിൽ ഉള്ളതുപോലെ അല്ല. അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. അടുത്ത പോയിന്റ് നോക്കാം. ഓക്കെ, ഇതിൻ്റെ എല്ലാ എക്സ്പ്ലനേഷൻ താഴോട്ട് വരും. ഇപ്പോൾ ഈ ജസ്റ്റ് പോയിന്റ് മാത്രം മനസ്സിലാക്കി വയ്ക്കുക. ഇപ്പം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത് ക്ലാസ് എയുടെ കാര്യം മാത്രമാണ്. അടുത്ത പോയിന്റ്, ആവറേജ് കറണ്ട് ഇൻ ക്ലാസ് ബി ഓപ്പറേഷൻ ഈസ് ലെസ് ദാൻ ഇൻ ക്ലാസ് എ, ഹെൻസ് പവർ ഡിസിപ്പേറ്റഡ് ഈസ് ലെസ്. അപ്പോൾ ക്ലാസ് ബി ഓപ്പറേഷനിൽ ആവറേജ് കറണ്ട്, ഈ ആവറേജ് കറണ്ട് തന്നെയാണ് എന്ത്, DC കറണ്ട്.
അത് എങ്ങനെയാണെന്നാണ് പറഞ്ഞത്? ഇറ്റ് ഈസ് ലെസ്. ക്ലാസ് എയിൽ കാണുന്നതിനേക്കാളും കുറവാണ് ക്ലാസ് ബിയിൽ കിട്ടുന്ന ഡി സി കറണ്ട്. ഇനി ലോഡ് റെസിസ്റ്റൻസ് വഴി ഡിസിപ്പേറ്റ് ചെയ്യുന്ന പവർ എന്താണ്? ഐ ഡി സി സ്ക്വയർ ആർ എൽ അല്ലേ? അപ്പോൾ ഐ ഡി സി കുറഞ്ഞാൽ ഐ ഡി സി സ്ക്വയർ ആർ എൽ കുറയും. റെസിസ്റ്റർ വഴി ഡിസിപ്പേറ്റ് ചെയ്ത പവർ കുറയും അല്ലേ? അതാണ് പവർ ഡിസിപ്പേറ്റഡ് ഈസ് ലെസ് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഡിസിപ്പേറ്റഡ് പവർ, നഷ്ടപ്പെട്ടു പോയ പവർ കുറഞ്ഞു എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഇൻപുട്ടിൻ്റെ നല്ലൊരു ഭാഗം നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നു അല്ലേ? അപ്പോൾ എഫിഷ്യൻസിക്ക് എന്ത് സംഭവിക്കും? എഫിഷ്യൻസി വിൽ ഇൻക്രീസ്. അപ്പോൾ ക്ലാസ് എയിൽ ഐ ആവറേജ് അല്ലെങ്കിൽ ഐ ഡി സി എന്ന് പറയുന്നത് ഐ സി ക്യു ആണ്. ഓർമ്മയുണ്ടോ? നമ്മൾ ഈക്വലായിട്ട് മുകളിലോട്ടും താഴോട്ടും പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് ദിസ് വാല്യൂ ഈസ് ഐ സി ക്യു അല്ലേ? ക്യൂ പോയിൻ്റ് വാല്യൂ ആയിരുന്നു. സിഗ്നൽ കൊടുക്കുമ്പോഴും ഈ ഐ സി ക്യുവിൻ്റെ മുകളിലോട്ടും താഴോട്ടുമാണ് വേരിയേഷൻ വരുന്നത്. അപ്പോൾ നമ്മുടെ റെസിസ്റ്ററിന് അക്രോസ് കിട്ടിയ ഡിസിപ്പേഷൻ ഐ സി ക്യു സ്ക്വയർ ആർ എൽ ആയിരുന്നു. ക്ലാസ് ബി ഓപ്പറേഷൻ വരുമ്പോൾ ഈ ആവറേജ് പവറിനേക്കാളും ആവറേജ് കറണ്ടിനേക്കാളും ചെറിയൊരു ആവറേജ് കറണ്ടാണ് കിട്ടുക. അപ്പോൾ ലോഡ് റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള ഡിസിപ്പേഷനും കുറയും. പവർ ഡിസിപ്പേഷൻ കുറഞ്ഞു എന്ന് വെച്ചാൽ എന്താണ്? കിട്ടിയ പവറിൽ നല്ലൊരു ഭാഗവും യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിച്ചു. അപ്പോൾ എഫിഷ്യൻസി കൂടും. അപ്പോൾ അതാണ് ഈ പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ലൈനും കൂടെ വായിക്കാം. Consequently, maximum circuit or overall efficiency of Class A amplifier is 78.5% when peak signal makes Vc minimum equal to 0. ഓക്കെ, അപ്പോൾ ഇതൊരു മാക്സിമം കണ്ടീഷനാണ്. മാക്സിമം എത്ര വരെ പോകാം? 78.5 വരെ പോകാം. അത്രയും പെർസെൻറ്റേജ് എഫിഷ്യൻസി നമ്മൾ പെർസെൻറ്റേജിലാണ് പറയുന്നത്. അപ്പോൾ 78.5% വരെ നമുക്ക് പോകാം. അല്ല എങ്കിൽ ജനറൽ ഫോർമുല എങ്ങനെ പറയാം? വി സി ഈറ്റ ഓവറോൾ ഈസ് ഈക്വൽ ടു 78.5 ഇൻറ്റു 1 മൈനസ് വി സി മിനിമം ബൈ വി സി സി പെർസെൻറ്റേജ്. അപ്പോൾ ഇത് മാക്സിമം എപ്പോൾ പോവും? ഇതിൻ്റെ വാല്യൂ 0യിലേക്ക് പോകുമ്പോൾ. ക്ലാസ് ബി ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ടും ക്ലാസ് എ ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ടും സെയിം തന്നെയാണ്. ഓക്കെ, ഇത് തന്നെയാണ് ക്ലാസ് ബി ആംപ്ലിഫയറിൻ്റെ. നമ്മൾ സാധാരണ ഒരു ആംപ്ലിഫയർ വരച്ചില്ലേ? സി ആംപ്ലിഫയർ. ഒരു സിഗ്നൽ ഒരു കപ്പാസിറ്റർ വഴി കൊടുത്തിരിക്കുന്നു ബേസിലേക്ക്. കോമൺ എമിറ്ററാണ്. എമിറ്റർ ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നു. പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയാസിങ് ഉപയോഗിച്ചിട്ടാണ് സ്റ്റെബിലൈസേഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ലോഡ് റെസിസ്റ്റൻസ് ഉണ്ട്. ഇതിലേക്ക് കണക്ട് ചെയ്ത ബാറ്ററി ഉണ്ട്. ഇതിനക്രോസ് കിട്ടുന്ന വോൾട്ടേജ് ആണ് നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ്. കളക്ടർ, എമിറ്റർ, റെസിസ്റ്റൻസ് ആണ് ഔട്ട്പുട്ട് വോൾട്ടേജ്. അപ്പോൾ ഇതാണ് ഒരു ക്ലാസ് ബി ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ട്. ക്ലാസ് എ ആംപ്ലിഫയറിൻ്റെ സെയിം സർക്യൂട്ട് തന്നെയാണ്. പിന്നെ ഇവിടെ എങ്ങനെയാണ് വ്യത്യാസം വരുന്നത്? നമ്മൾ പറഞ്ഞ ഒരു കാര്യമെന്ന് വെച്ചാൽ ക്ലാസ് ബി ആംപ്ലിഫയറിൽ ഇൻപുട്ട് സൈക്കിൾ കംപ്ലീറ്റ് ആയിട്ട് ഔട്ട്പുട്ടിൽ കിട്ടരുത്. പോസിറ്റീവ് ഹാഫ് സൈക്കിൾസ് മാത്രമേ ഔട്ട്പുട്ടിൽ ആംപ്ലിഫൈ ചെയ്ത് കിട്ടാവുള്ളൂ. നെഗറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സമയത്ത് ഒന്നും തന്നെ കിട്ടരുത് ഔട്ട്പുട്ടിൽ. അപ്പോൾ അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് എവിടെയാണ് ഈ സർക്യൂട്ട് ആ രീതിയിലുള്ള കണ്ടീഷണൽ ഓപ്പറേഷൻ നടത്തുന്നത്? ഓക്കെ, നെഗറ്റീവ് ഹാഫ് സൈക്കിളിനെ കട്ട് ചെയ്ത് പോസിറ്റീവ് ഹാഫ് സൈക്കിളിനെ മാത്രം ആംപ്ലിഫൈ ചെയ്യണം എന്നുള്ളത് എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ അവിടെ പറഞ്ഞതാണ്. ഇതിൻ്റെ ബേസിക് എന്തുകൊണ്ട് ഇങ്ങനത്തെ ക്ലാസിഫിക്കേഷൻ വരുന്നു? ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി, ക്ലാസ് എ ബി എന്ന ക്ലാസിഫിക്കേഷൻ വരുന്നത് തന്നെ എങ്ങനെയാണ്? ബയാസിങ് ഡിഫറൻ്റ് ആയതുകൊണ്ടാണ്. ഓരോ രീതിയിൽ നമ്മൾ അതിനെ ബയാസ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ എങ്ങനെ ക്ലാസ് ബിയിൽ എങ്ങനെയായിരിക്കും ബയാസ് ചെയ്തിരിക്കുന്നത്? പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സമയത്ത് മാത്രമായിരിക്കും FR ബയാസ്ഡ്. ഇതെല്ലാം പറഞ്ഞ ടേംസാണ്, ഒന്നുകൂടെ പറയാം. എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസും കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസുമാകണം. എന്നാൽ മാത്രമേ ഒരു ട്രാൻസിസ്റ്റർ നോർമൽ ഓപ്പറേഷൻ
നടത്തുള്ളൂ അല്ലേ. അതായത് ഒരു ആംപ്ലിഫയറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസും കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസ്ഡും ആയിരിക്കണം. അപ്പോൾ ഈ രീതിയിൽ ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ ക്ലാസ് ബിയുടെ കേസിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സമയത്ത് മാത്രമാണ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. റിവേഴ്സ് ബയാസിൽ അങ്ങനെ അല്ല. അപ്പോൾ അതാണ് ബേസിക്കായിട്ട് ക്ലാസ് എയും ക്ലാസ് ബിയും തമ്മിലുള്ള ഡിഫറൻസ്. എന്തുകൊണ്ട്? അപ്പോൾ നമ്മൾ പറയും പോസിറ്റീവ് ക്ലാസ് എയിലാണെങ്കിൽ ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഔട്ട്പുട്ടിൽ കിട്ടുന്നു. ക്ലാസ് ബിയിലാകുമ്പോഴത്തേക്ക് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രമേ ഔട്ട്പുട്ടിൽ കിട്ടുന്നുള്ളൂ. അത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ എങ്ങനെയാണ്? നമ്മളത് സർക്യൂട്ടിൽ കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. സർക്യൂട്ടിൽ അത്തരത്തിലാണ് ബയാസിങ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ക്ലാസ് എയിലായിരിക്കുമ്പോൾ എല്ലാ സമയത്തും എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസും എല്ലാ സമയത്തും കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസും. പക്ഷേ ക്ലാസ് ബിയിൽ ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നത് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സമയത്ത് മാത്രമാണ്. അതാണ് ബേസിക്കായിട്ടുള്ള ഡിഫറൻസ്. ഇനി നമുക്ക് ക്ലാസ് ബി ഓപ്പറേഷനിലെ ഡിഫറെൻറ്റ് പവേഴ്സ് നോക്കാം. ഓക്കെ, ക്ലാസ് എ ആംപ്ലിഫയറിൽ നമ്മൾ പഠിച്ചല്ലോ, ടോട്ടൽ പവർ കിട്ടുന്നതിൽ നിന്നും ആദ്യം കുറച്ച് RL നെക്രോസ് ഡിസിപ്പേറ്റ് ചെയ്യും, ബാക്കി പവറാണ് ട്രാൻസിസ്റ്ററിലേക്ക് കിട്ടുന്നത്. ട്രാൻസിസ്റ്ററിൽ കിട്ടിയത് തന്നെ ഒരു ഭാഗം മാത്രമാണ് നമ്മുടെ സിഗ്നൽ ആംപ്ലിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നത്, ബാക്കി കളക്ടർ വഴി ഡിസിപ്പേറ്റ് ചെയ്തു പോകുന്നു അല്ലേ. ഇത് ക്ലാസ് എയിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി ക്ലാസ് ബിയിൽ ഇതേപോലെ നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഓക്കെ, ഓരോ പവർ നമുക്ക് നോക്കാം. അതാണ് പവർ റിലേഷൻസ് ഇൻ ക്ലാസ് ബി ഓപ്പറേഷൻ. ഓക്കെ, അപ്പോൾ സർക്യൂട്ട് ഒരു സെക്ഷൻ മാത്രം, നമുക്ക് ആവശ്യമുള്ള ഒരു സെക്ഷൻ മാത്രമാണ് വരച്ച് കാണിച്ചത്. ബാക്കി ഇങ്ങോട്ടുണ്ടെന്ന് ഓർത്തോളൂ, ഇങ്ങോട്ടേക്ക് ബാക്കിയുണ്ട്, അത് വരച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ആദ്യം വേണ്ടുന്നത്, എപ്പോഴും പവർ കണ്ടുപിടിക്കണമെങ്കിൽ കറണ്ടും വോൾട്ടേജുമാണ് വേണ്ടുന്നത്, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് അറിയണം. അപ്പോൾ നമ്മൾ ആദ്യം DC ഇൻപുട്ട് പവർ നോക്കാം. എത്ര ബാറ്ററിയിൽ നിന്നും എത്ര പവർ കിട്ടുന്നു? ടോട്ടൽ ഇൻപുട്ട് പവർ ഫ്രം ബാറ്ററി PI ഇൻ DC ഈക്വൽ ടു വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. വോൾട്ടേജ് എത്ര? ബാറ്ററിയുടെ വോൾട്ടേജ് VCC. കറണ്ട് എന്തെടുക്കണം? DC കറണ്ട് എടുക്കണം അല്ലേ. DC കറണ്ട് അല്ലേ ഡ്രോ ചെയ്യുന്ന IDC, അതെടുക്കണം. ഓക്കെ, IDC ഈസ് ദ ആവറേജ് ഓർ DC കറണ്ട് ഡ്രോൺ ഫ്രം ദ സപ്ലൈ. എത്ര DC കറണ്ട് ഡ്രോ ചെയ്തു എന്നുള്ളതാണ്. If IC maximum is the maximum or peak value of collector or output current, then IDC is equal to IC maximum by pi. ഇവിടെ IC എങ്ങനെ മാത്രമേ ഉള്ളൂ? ഹാഫ് സൈക്കിൾസ് മാത്രമേ കിട്ടുന്നുള്ളൂ അല്ലേ. ഹാഫ് സൈക്കിൾസ് മാത്രമേ ഉള്ളൂ. IC വാല്യൂ ഇങ്ങനെയാണ് കിടക്കുക. ഇതിൻ്റെ ആവറേജ് വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കും? ഇൻ്റഗ്രലൊക്കെ ചെയ്തിട്ട് കണ്ടുപിടിക്കാം. പക്ഷേ ഇത് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. എവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്? ഹാഫ് വേവ് റെക്ടിഫയർ. അവിടെയും ഔട്ട്പുട്ട് ഇതുപോലെ തന്നെയല്ലേ, അവിടെ നമ്മൾ ഇത് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ പീക്ക് വാല്യൂ IM ആണെങ്കിൽ അവിടെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ആവറേജ് വാല്യൂ എന്ത് കിട്ടും? IM/π എന്ന് കിട്ടും. ഓക്കെ, നിങ്ങൾ നോക്കിയാൽ മതി. ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് ഇതേപോലെയാണ്. എന്തിനാണ് ഞാൻ ഇത് പറഞ്ഞ? മാത്തമെറ്റിക്കൽ സ്റ്റെപ്പ് അവിടെ പോയി നോക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഔട്ട്പുട്ട് ഒരുപോലെയാണ്. സർക്യൂട്ടിൻ്റെ ഓപ്പറേഷൻ ഒന്നും അല്ല ഞാൻ പറയുന്നത്. ഔട്ട്പുട്ട് ഇതേപോലെ ഹാഫ് സൈക്കിൾസ് മാത്രമാണ് കിട്ടുക. അവിടെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് എന്ത്? ആവറേജ് DC കറണ്ട്. അപ്പോൾ ഇവിടെയും ആവറേജ് DC കറണ്ട് എന്ത് തന്നെ കിട്ടും? അത് തന്നെ കിട്ടും. കാരണം ഒരേ ഫോമിലാണ് കറണ്ട് കിടക്കുന്നത്. ആവറേജിങ് എങ്ങനെയാണ്? സം എടുത്തിട്ട് ഡിവൈഡഡ് ബൈ നമ്പർ അല്ലേ. ഇവിടെ ആകുമ്പോഴത്തേക്ക് by 2π ഒക്കെ വെച്ച് ചെയ്തിട്ടുണ്ട്, അത് പോയി നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ അതേപോലെ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? IDC ഈക്വൽ ടു IM/. അപ്പോൾ ഈ പറഞ്ഞത് ഇതിൻ്റെ വർക്കിംഗ് ഹാഫ് വേവ് റെക്ടിഫയറിനെ പോലെ ആണെന്നല്ല, തെറ്റിപ്പോകരുത്. ഞാൻ പറഞ്ഞത് IDC കണ്ടുപിടിക്കുന്ന സ്റ്റെപ്പ് അവിടെ നിന്ന് എടുക്കുക, അത്രേ പറഞ്ഞിട്ടുള്ളേ. തിരിഞ്ഞു പോകരുത്. IDC കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ടിടത്തും കറണ്ടിൻ്റെ ഫോം ഒരുപോലെ ആയതുകൊണ്ട് അതേ രീതിയിൽ ഇവിടെയും ചെയ്യാം.
ആ കിട്ടിയ റിസൾട്ട് തന്നെ ഇവിടെ കിട്ടും, IC മാക്സിമം ബൈ പൈ എന്ന് കിട്ടും. ഓക്കെ, ഇതവിടെ ചെയ്തിട്ടുണ്ട്. ഇനി PInDC അപ്പോൾ എന്തായിട്ട് മാറും? VCC ഇൻറ്റു IDCക്ക് എന്തുവരെ കിട്ടി? IC മാക്സിമം ബൈ പൈ അല്ലേ? IC മാക്സിമം എന്ന് പറയുന്നത് കളക്ടർ കറണ്ടിൻ്റെ അല്ലെങ്കിൽ ഔട്ട്പുട്ട് കറണ്ടിൻ്റെ പീക്ക് വാല്യൂ ആണ്. അവിടെ നമ്മൾ IM എന്നായിരിക്കും എഴുതിയിരിക്കുന്നത്, പീക്ക് വാല്യൂ IM ബൈ പൈ എന്നായിരിക്കും. ഇവിടെ IC മാക്സിമം ബൈ പൈ ആകും. ഓക്കെ, അത്രയും ഓർക്കുക. ടോട്ടൽ ഇത്രയും പവർ കിട്ടി, ഇൻപുട്ട് പവർ. അതിൽ RLന് അക്രോസ് ലോസ് ആകുന്ന പവർ, RLന് അക്രോസ് ലോസ് ആകുന്ന പവർ എങ്ങനെ കണ്ടുപിടിക്കും? PRDC ഈക്വൽ ടു IDC സ്ക്വയർ RC അല്ലേ? അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് DC കറണ്ടാണ്, അത് IC മാക്സിമം ബൈ പൈ ആണ്. ഇൻറ്റു എന്ത് കിട്ടും? അതിൻ്റെ സ്ക്വയർ എടുക്കുക ഇൻറ്റു RC, അതാണ് RLലൂടെ നഷ്ടപ്പെടുന്നു. അല്ലെങ്കിൽ RL തന്നെയാണ്, ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ RLും RC ഒന്ന് തന്നെയാണ്. ലോഡ് റെസിസ്റ്റൻസ് ആണ് RL എന്ന് കാണിച്ചിരിക്കുന്നത്. ഈ സർക്യൂട്ടിൽ കളക്ടർ റെസിസ്റ്റൻസ് തന്നെയാണ് ലോഡ് റെസിസ്റ്റൻസ്. അപ്പം രണ്ടും നിങ്ങൾ എക്സാമിനൊക്കെ എഴുതുമ്പോൾ ഒരു ടേമിൽ എഴുതുക. ഇപ്പോൾ RC ആണ് ഇക്വേഷൻ എഴുതുന്നതെങ്കിൽ അവിടെയും RC തന്നെ എഴുതാൻ ഓർത്തോളണേ കേട്ടോ. അപ്പോൾ നിങ്ങൾ സംശയം വരരുത്. ഞാൻ ചിലപ്പം അവിടെ RL ഇട്ടിട്ട് ഇവിടെ ഇക്വേഷനിൽ RC കിടക്കുക, രണ്ടും ഒന്നാണ്. അപ്പം നിങ്ങൾ എഴുതുമ്പോൾ രണ്ടും ഒന്നാക്കി എഴുതിക്കൊള്ളണം കേട്ടോ. ചിലപ്പോൾ ഞാൻ RL എന്ന് എഴുതി പോകുന്നതാണ്, അപ്പോൾ അത് ശ്രദ്ധിക്കുക. RC എന്ന് തന്നെ എഴുതിക്കോളുക. ഇനി അപ്പോൾ ലോഡിലൂടെയുള്ള പവറായി. ഇനി AC ഔട്ട്പുട്ട് എത്ര കിട്ടി എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ കൊടുത്ത ഇൻപുട്ട് സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യിക്കാൻ എത്ര പവർ എടുത്തു? AC പവർ ഔട്ട്പുട്ട് ഇൻ ലോഡ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയാണ് എന്ത് ചെയ്യുന്നത്? ട്രാൻസിസ്റ്ററിലെ കളക്ടർ വഴി ഡിസിപ്പേറ്റ് ചെയ്ത് പോകുന്നത് അല്ലേ? ഇതായത് ടോട്ടൽ പവറിൽ നിന്നും ഇത്രയും കുറഞ്ഞു, ലോഡിൽ നഷ്ടപ്പെട്ടു. ബാക്കി പവർ അത്രയും മാർക്ക് കൊടുക്കുകയാണ്, ട്രാൻസിസ്റ്ററിന് കൊടുക്കുകയാണ്. ആ ട്രാൻസിസ്റ്ററിന് കിട്ടിയതിൽ നിന്നും ഒരു ഭാഗമാണ് എന്തായിട്ട് മാറുന്നത്? AC പവർ ഔട്ട്പുട്ടായിട്ട് മാറുന്നത്. അതിനെ POAC എന്ന് വിളിക്കാം, I²RC. I²RC എടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് AC സിഗ്നൽ ആയതുകൊണ്ട് കറണ്ട് എന്തെടുക്കണം? RMS വാല്യൂ എടുക്കണം. ഓക്കെ, I²RC. അപ്പോൾ I RMS വാല്യൂ ആണ്. RC എന്ന് പറയുന്നത് നമ്മുടെ ഈ AC സിഗ്നൽ അപ്പിയർ ചെയ്യുന്നത് റെസിസ്റ്റൻസിന് അക്രോസ് ആണ്. RC കളക്ടർ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ലോഡ് റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടാണ് ഈ സിഗ്നൽ അപ്പിയർ ചെയ്യുന്നത്. അപ്പോൾ റെസിസ്റ്റൻസ് RC. അല്ലെങ്കിൽ പവറിൻ്റെ വേറൊരു ഫോമുലയാണ് V²/R. അപ്പോൾ അത് ഉപയോഗിക്കാം. ഇവിടെയും V എന്ന് പറയുന്നത് RMS വാല്യൂ ആണ്. ഓക്കെ, ഇനി RMS വാല്യൂവിനെ പീക്ക് വാല്യൂവിൽ നിന്ന് എങ്ങനെ കിട്ടും? RMS ഈക്വൽ ടു VM/√2. അതുപയോഗിച്ചിട്ടാണ് ഈ എക്സ്പ്രഷൻ എഴുതിയിരിക്കുന്നത്. VM എന്ന് പറയുന്നത് പീക്ക് വാല്യൂ ആണ്. പീക്ക് വാല്യൂ, അപ്പോൾ വിക്ക് പകരം, അതായത് RMS വാല്യൂവിന് പകരം നമുക്ക് എന്തിട്ട് കൊടുക്കാം? VM/√2. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്ന ഇക്വേഷൻ ആണ് എഴുതിയിരിക്കുന്നത്. DC പവർ ലോസ് ഇൻ കളക്ടർ റീജിയൻ ഓർ ട്രാൻസിസ്റ്റർ. അപ്പോൾ ടോട്ടൽ പവറിൽ നിന്നും ഒരു ഭാഗം RCക്ക് അക്രോസ് ഡിസിപ്പേറ്റ് ചെയ്തു, ബാക്കി കിട്ടിയത് ട്രാൻസിസ്റ്ററിലേക്ക് എത്തി. ട്രാൻസിസ്റ്ററിൽ കിട്ടിയതിൻ്റെ ഒരു ഭാഗം AC സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യാൻ ഉപയോഗിച്ചു. ബാക്കി കളക്ടർ റീജിയനിൽ എന്ത് ചെയ്തു? ലോസായി, പവർ ലോസ്. അതെങ്ങനെ കണ്ടുപിടിക്കാം? PC/DC ഈക്വൽ ടു PInDC മൈനസ് PRC/DC മൈനസ് POAC. ഓക്കെ, ടോട്ടൽ പവറിൽ നിന്നും ബാക്കിയെല്ലാം സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ ബാക്കി എന്ത് കിട്ടും? നമ്മുടെ കളക്ടർ റീജിയനിൽ അക്രോസ് ഉള്ള ഡിസിപ്പേഷൻ കിട്ടും. അതിൽ നിന്ന് നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് കളക്ടർ എഫിഷ്യൻസിയും ഓവറോൾ എഫിഷ്യൻസിയും ഒക്കെ കണ്ടുപിടിക്കണം. അത് നമുക്ക് താഴോട്ട് നോക്കാം. ഇനി നമുക്ക് ഈ ക്ലാസ് B ആംപ്ലിഫയറിൻ്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കാം. അപ്പോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ടാണ് അല്ലേ? ആദ്യം ഇൻപുട്ട് പവർ കണ്ടുപിടിക്കാം, അതിനുശേഷം ഔട്ട്പുട്ട് പവർ കണ്ടുപിടിക്കാം. ഓക്കെ, ഇൻപുട്ട് പവർ PInDC ഈക്വൽ ടു VCC ഇൻറ്റു IDC. IDCന് പകരം എന്തെഴുതാം? IC മാക്സിമം ബൈ പൈ. ആവറേജ് കറണ്ട്, അതായത് DC കറണ്ട് എന്ന് പറയുന്നത് ഹാഫ് സൈക്കിൾസ് മാത്രം കിട്ടുമ്പോൾ അതിൻ്റെ ആവറേജ് വാല്യൂ എന്തായിട്ട് വരും? പീക്ക് വാല്യൂ ബൈ പൈ എന്ന് കിട്ടും. അതുകൊണ്ടാണ് IC മാക്സിമം ബൈ പൈ എന്ന് കൊടുത്തിരിക്കുന്നത്.
അപ്പോൾ ഇൻപുട്ട് പവറായി. ഇനി നമുക്ക് എന്ത് വേണം? ഔട്ട്പുട്ട് പവർ വേണം. ഓക്കെ, ഔട്ട്പുട്ട് പവർ കണ്ടുപിടിക്കേണ്ട ഫോർമുല IRMS. ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത് ഒരു AC ആണ്. അതുകൊണ്ട് നമുക്ക് എന്തെടുക്കേണ്ടി വരും? RMS വാല്യൂ എടുക്കേണ്ടി വരും. IRMS ഇൻറ്റു VRMS. അപ്പോൾ ഇവിടെയും നമുക്ക് എന്തെടുക്കേണ്ടി വരും? RMS വാല്യൂ കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ ഹാഫ് സൈക്കിൾസ് മാത്രമേ ഉള്ളൂ. നമ്മൾ ഹാഫ് വേവ് റെക്ടിഫയറിൽ RMS വാല്യൂ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അത് നോക്കുക. എന്ത് കിട്ടും? പീക്ക് വാല്യൂ ബൈ 2 എന്നാണ് കേട്ടോ, ശ്രദ്ധിക്കുക. IC മാക്സിമം ബൈ 2 എന്നായിരിക്കും കിട്ടുക. ഇവിടെ കിട്ടും VC മാക്സിമം ബൈ 2 എന്ന് കിട്ടും. ഇവിടെ √2 കാണിച്ചിരിക്കുന്നതിന് കാര്യം നമ്മളിത് ഫുൾ സൈക്കിൾ ഉണ്ടെന്ന് പറഞ്ഞ് എടുത്തിരിക്കുകയാണ്. ഈ ടെക്സ്റ്റിൽ അങ്ങനെ കൊടുത്തിരിക്കുന്നതാണ്. ഫുൾ സൈക്കിൾ ഉണ്ടെന്ന് പറഞ്ഞ് എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്നൊരു ഹാഫ് ഇട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ അവിടെ പോയി നോക്കിയാൽ മതി. ഫുൾ വേവ് റെക്ടിഫയറിനെ ഹാഫ് വേവ് റെക്ടിഫയറിൽ നോക്കുക. അവിടെ നമ്മൾ RMS വാല്യൂ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഹാഫ് വേവിനകത്ത് RMS വാല്യൂ എന്ന് പറയുന്നത് കിട്ടുന്നത് IM/2 എന്നാണ്. ഫുൾ വേവിനകത്താണ് എന്ത് കിട്ടുന്നത്? IM/√2 എന്ന് കിട്ടുന്നത്. അപ്പോൾ ഒന്നുകിൽ നമുക്ക് ഈ വാല്യൂ ഡയറക്റ്റായിട്ട് എടുത്ത് ചെയ്യാം, അല്ലെങ്കിൽ ഇതെടുത്ത് ചെയ്തിട്ട് അവസാനം എന്ത് ചെയ്താൽ മതി? പവറിനെ ഹാഫ് എടുത്താൽ മതി. മനസ്സിലായോ? ഇതെടുത്ത് ഡയറക്റ്റായിട്ട് കണ്ടുപിടിച്ചാൽ നമുക്ക് ഹാഫ് വേവിൻ്റെ, അതായത് നമുക്കുള്ള സിഗ്നലിൻ്റെ ഔട്ട്പുട്ട് പവർ മാത്രമേ കിട്ടുള്ളൂ. IRMS ഇൻറ്റു VRMS കണ്ടുപിടിക്കുമ്പം IM/2 ഇൻറ്റു VM/2 എടുത്താൽ കറക്റ്റായിട്ടുള്ള പവർ കിട്ടും. ഇനി ഈ ഫോർമുല വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ IM/√2 ഇൻറ്റു VM/√2 ആണ് എടുക്കുന്നതെങ്കിൽ അത് കിട്ടുന്നത് 2 ഹാഫ് സൈക്കിൾസും ഉണ്ടെങ്കിലുള്ള പവറാണ് കിട്ടുന്നത്. ഓക്കെ, നമ്മുടെ ആക്ച്വൽ കേസിൽ എന്തേ ഉള്ളൂ? പകുതി ഹാഫ് സൈക്കിൾ മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഈ കിട്ടിയ പവറിനെ പകുതിയാക്കണം. രണ്ടും ഒരേ ഇഫക്റ്റാണ്, ഓർക്കുക കേട്ടോ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ടെക്സ്റ്റിൽ അവർ കൊടുത്തിരിക്കുന്നത് ഈ ഫുൾ വേവിൻ്റെ ആണ് എടുത്തിരിക്കുന്നത്. ഫുൾ വേവിൻ്റെ വെച്ചാൽ 2 ഹാഫ് സൈക്കിൾസും ഉണ്ടെങ്കിലുള്ള RMS വാല്യൂ വെച്ച് എടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ എങ്ങനെ കൊടുത്തിരിക്കുന്നത്? ഈ വാല്യൂ കൊടുത്തിരിക്കാൻ കാര്യം IC മാക്സിമം ബൈ √2 കൊടുത്തിരിക്കുന്നത്. ഓക്കെ, 2 ഹാഫ് സൈക്കിൾസും ഉണ്ടെന്ന് വിചാരിച്ചെടുത്തിരിക്കുകയാണ്. അതേപോലെ അടുത്തത് ഔട്ട്പുട്ട് വോൾട്ടേജിനും പീക്ക് വാല്യൂ ബൈ √2 കൊടുത്തിരിക്കുകയാണ്. ഇനി അടുത്ത കേസിൽ അവരെന്ത് ചെയ്തു? AC ഔട്ട്പുട്ട് പവർ ഡ്യൂറിങ് ഹാഫ് സൈക്കിൾ ആക്കാൻ വേണ്ടി ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇതെന്ന് വെച്ചാൽ ഫുൾ സൈക്കിളിന് കിട്ടുന്ന പവർ അതിൻ്റെ പകുതി മാത്രമേ ഈ കേസിൽ കിട്ടുന്നുള്ളൂ എന്ന് പറഞ്ഞെടുത്തിരിക്കുകയാണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് എന്ത് ഉപയോഗിക്കാം? IM/2 എന്ന ഫോർമുല ഉപയോഗിച്ച് ചെയ്താലും IM/2 ഇൻറ്റു VM/2, അതായത് ഹാഫ് സൈക്കിളേ ഉള്ളൂ, അപ്പോൾ കിട്ടുന്ന RMS വാല്യൂ, അങ്ങനെ വെച്ചും ചെയ്തു വരാം. രണ്ടും ഒന്ന് തന്നെയാണ്, ഒന്നിലേക്ക് എത്തുന്നു എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്താൽ ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് പവർ. ഇത് സിംപ്ലിഫൈ ചെയ്താൽ കിട്ടും 1/4 ഇൻറ്റു VCC ഇൻറ്റു IC മാക്സിമം. ഓവറോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത് POAC/PI ഇൻ DC ഈക്വൽ ടു ചെയ്തു നോക്കുക, π/4 എന്ന് കിട്ടും. ദിസ് ഈസ് 78.5%. ഇത് മാക്സിമം വാല്യൂ ആണേ, ശ്രദ്ധിച്ചോളണം. ദിസ് ഈസ് മാക്സിമം. ഇവിടെയാണ് മാക്സിമം എടുത്തത്. മാക്സിമം എന്ന കണ്ടീഷൻ എവിടെയാണ് നമ്മൾ എടുത്തത്? എല്ലായിടത്തും അല്ലേ? സിഗ്നലിൻ്റെ കേസിൽ സിഗ്നലിൻ്റെ മാക്സിമം വോൾട്ടേജാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എത്ര വരെ പോകാം? VCC വരെ പോകാം. അതുകൊണ്ടാണിത് മാക്സിമം പവർ കണ്ടീഷൻ ആയത്. ഓക്കെ, VCC മാക്സിമം എത്ര വരെ പോകാം? ഔട്ട്പുട്ട് വോൾട്ടേജ് മാക്സിമം VCC വരെ പോകാം. അവിടെയാണ് മാക്സിമം എന്ന കണ്ടീഷൻ വന്നത്. ആ കണ്ടീഷൻ അവിടെ കൊടുത്തത് കൊണ്ട് കിട്ടിയതാണ് ഇത്രയും അല്ലേ, 78.5% എന്ന കണ്ടീഷൻ കിട്ടിയത് അതുകൊണ്ടാണ്.